ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കിഡൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെയ്റ്റ് ലോസ് ബ്രൊക്കോളി സലാഡാണ്. ഇത് നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കിയെടുക്കാം. സലാഡിന് ആവശ്യമായ ബ്രൊക്കോളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വിനിഗറൊക്കെ ഒന്നൊഴിച്ച് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കഴുകിയെടുത്ത് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളിയും ഒരു മീഡിയം ടൈപ്പ് സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ലെമൺ എടുത്തിട്ടുണ്ട്. ലെമണിൻ്റെ പകുതി മതി, പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, കുക്കമ്പർ, ക്യാപ്സിക്കം, പിന്നെ മല്ലിയില, സലാഡ് ലീഫ്, പിന്നെ ഒരു ചെറിയ പീസ് കാബേജും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും കുക്കമ്പറും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജും മല്ലിയിലയും സലാഡ് ലീഫും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്രൊക്കോളിയും കുറച്ചുകൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്നും ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രൊക്കോളി ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചാൽ മതി. ബ്രൊക്കോളിന് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് വെന്തോന്ന് നോക്കാം. നമുക്ക് കുറച്ചും കൂടെ വേവാനുണ്ട്. 2 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ബ്രൊക്കോളിന് ഇപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ കുക്കമ്പറും കൂടെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്കിതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ലീഫെല്ലാം ആഡ് ചെയ്യാം. ക്യാബേജ് 1 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൊടിച്ചതും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് അല്പം 1 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കുറച്ച് ചേർത്താൽ മതി. സലാഡാകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ കോൺഫ്ലോർ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഹെൽത്തി ബ്രൊക്കോളി സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഡിന്നർ ഡിഷായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.